ഒരു ഇടവേളയ്ക്ക് ശേഷം കല്ലാർ പ്രദേശത്ത് കാട്ടാനയുടെ അക്രമം രൂക്ഷമാകുന്നു. കഴിഞ്ഞ 4 ദിവസങ്ങളായി കല്ലാർ പ്രദേശത്ത് തുടരുന്ന കാട്ടാന വ്യാപകമായ കൃഷിനാശമാണ് വരുത്തുന്നത്. സന്ധ്യ കഴിഞ്ഞാൽ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് പതിവാകുന്നു. ഇന്നലെ രാത്രിയും ഈ പ്രദേശത്ത് ഇറങ്ങിയ കാട്ടാനക്കൂട്ടം ഏക്കർ കണക്കിന് കൃഷിയാണ് നശിപ്പിച്ചത്. കാട്ടാനകൾ കൂട്ടമായാണ് പ്രദേശത്തേക്ക് എത്തുന്നത്. ഈ പ്രദേശങ്ങളിൽ കാട്ടാനയുണ്ട്, ഒരു 3-4 ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മുടെ ഇവിടെ ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി വെളുപ്പിനോട് കൂടിയാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. ഇതുകൊണ്ട് നമ്മുടെ പില്ലറയിലൊക്കെ ആന ചാരിയാണ് പോയിരിക്കുന്നത്. നമ്മുടെ കയ്യാലയൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്, മുറ്റമൊക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ട്. നമ്മുടെ കൃഷി സ്ഥലങ്ങൾ, നമ്മുടെ ഏലമുണ്ട്, വാഴയുണ്ട്, തെങ്ങുണ്ട്, എല്ലാം ഇന്നലെ അത് നശിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇതിന്റെ വേണ്ടപ്പെട്ട അധികൃതർ ആരാണോ നമുക്കറിയില്ല, അവരതിന് എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ എടുക്കേണ്ടതാണ്. ഞങ്ങളിപ്പോൾ 2 പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ, നമുക്കിവിടെ ആണുങ്ങൾ ആരും ഇല്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വേണ്ട നടപടികൾ എടുക്കണം. കാരണം നമുക്ക് ഇത് വിട്ട് പോകാൻ നമുക്ക് വേറെ സ്ഥലമില്ല. നമ്മുടെ ജീവനും സ്വത്തിനും നിങ്ങൾ ഒരിത് പറയണം. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ പ്രദേശത്ത് കാട്ടാനയുടെ അക്രമം അതിരൂക്ഷമാവുകയാണ്. കാട്ടാനയുടെ സാന്നിധ്യം കണ്ടാൽ നാട്ടുകാർ ആദ്യം ആശ്രയിക്കുന്നത് പഞ്ചായത്തിൻ്റെ PRT അംഗമായ മുരളി എന്ന വ്യക്തിയെയാണ്. മുരളിയുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സംഘം കാട്ടാനകളെ തുരത്തുന്നതിന് ഇടപെടൽ നടത്തും. വനപാലകരും RRT സംഘവും പ്രദേശത്ത് ഇവർക്കൊപ്പം ചേരാറുണ്ട്. 8:45 ഈ കല്ലാർ പ്രദേശ സ്ഥാനം വരികയും ഇതിലെ ഒരു വഴിയാത്രക്കാരൻ തൊട്ടടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. ഈ ആനയുടെ തൊട്ടടുത്ത് വരുമ്പോൾ ആനയെ കണ്ട് പേടിച്ചു കൊടുക്കുകയും പെട്ടെന്ന് എന്നെ വിളിക്കുന്നു, ഞാൻ RRT വിളിക്കുന്നു. ആ RRT സംഘമായിട്ട് ഞങ്ങൾ ഇവിടെ വരുന്നു. ഇവിടെ വരുമ്പോഴത്തേക്ക് ആന ഈ കാട്ടിലേക്ക് ഇറങ്ങി ഇത് സേനി എന്ന് പറഞ്ഞ ആളുടെ നേരത്തോട്ടോ ഇതിനകത്തോട്ട് ആന ഇറങ്ങുകയും വീണ്ടും ഞങ്ങൾ അത് താഴെ കുഴി ഇറങ്ങിയെന്ന് ഓർത്ത് പടക്കം അറിയാതെ തിരിച്ചു കയറി വന്നു. 1 മണിയായപ്പോഴത്തേക്ക് അടുത്ത വീട്ടിൽ നിന്ന് വിളിക്കുന്നു, വീണ്ടും മുറ്റത്ത് നിൽക്കുന്നു എന്നും പറഞ്ഞു. 1 മണിയല്ല 3 മണിയാകുമ്പോൾ അവിടെ ഞാൻ ചെന്ന് എൻ്റെ ഇരിക്കുന്ന 2-3 പടക്കം കയ്യിലുണ്ട്. അത് എറിഞ്ഞ് കഴിഞ്ഞപ്പോൾ RRT വന്നു. ഞങ്ങൾ അവിടുന്ന് അതിനെ ഓടിച്ച് തീർക്കുകയും ചെയ്തു. വീണ്ടും 4 മണിയായപ്പം പോയതിന് ശേഷം ആന വീണ്ടും ഇറങ്ങി വന്ന് ഈ പ്രദേശത്തെ 3-4 സ്ഥലത്തെ കൃഷിയിടങ്ങൾ നശിപ്പിച്ച് തകർത്ത് നാരകളായിരിക്കുക. അപ്പോൾ എത്രയും അടിയന്തരമായിട്ട് ഈ ആന ഇവിടെ നിർത്താനുള്ള സംവിധാനം ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്കിവിടെ പറയാനുള്ളത്. വന്ന് ഞങ്ങളെല്ലാ വീടുകളിലും എല്ലാ പറമ്പുകളും സന്ദർശിച്ചാണ്. ആ പറമ്പുകളിലൊക്കെ അതുപോലെ നാശനഷ്ടമാണ് ആന വരുത്തിയിട്ടുള്ളത്. അതിന് അടിയന്തരമായി ഇടപെടണം, അല്ലെ ജനങ്ങളെ കൊണ്ട് ഞങ്ങൾ ഒരു സമരം തന്നെ സംഘടിപ്പിക്കേണ്ടി വരും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരാനയാണെന്നാണോ നിങ്ങൾ പറയുന്നത്? ഒരാനയല്ല, ആന കൂട്ടത്തോടെ പല ഭാഗങ്ങളായിട്ട് തിരിഞ്ഞിരിക്കുന്നതാണ്. ഒരെണ്ണത്തിന് ഇത്രയും പ്രദേശത്ത് 1-2 ആകാൻ പറ്റത്തില്ല. ഇത് കൂട്ടം തെറ്റി നിൽക്കുന്ന ആനകൾ തന്നെയാണ്. 1-2 എല്ലായിടത്തും കയറുന്നതല്ല, പല സ്ഥലങ്ങളിലായിട്ട് കയറിയേക്കുന്നത്. അപ്പോൾ ഇതിന് ശാശ്വത വൈകാര്യം അടിയന്തരമായിട്ടുണ്ടാകണം. രാത്രിയിൽ കാട്ടാനകളെ തുരത്താനെത്തുന്ന RRT സംഘം പടക്കം പൊട്ടിച്ച് ആനയെ ഓടിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നും, എന്നാൽ ഇപ്പോൾ ആനകൾ പടക്കം പൊട്ടിച്ചാലും തിരിഞ്ഞ് നേരെ വരുന്ന സാഹചര്യമാണ് എന്നും നാട്ടുകാർ പറയുന്നു. 8ഓളം കാട്ടാനകളാണ് ഈ പ്രദേശത്ത് ഇപ്പോഴുള്ളത്. ഇവയെ ഉൾവനത്തിലേക്ക് തുരത്തിവിടുന്നതിന് ആവശ്യമായ ഇടപെടൽ വനപാലകരുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അതിന് ഫലപ്രദമായി ഇവർക്ക് കഴിയുന്നില്ല എന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക് പീരുമേട് ലൈവ്.